ഈശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യ. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ആനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. അമൃതാത്മാക്കളെ, ശ്രദ്ധേയമായ ഒരു കൺവെൻഷൻ, അതിൽ അനേകം വിഷയങ്ങളെക്കുറിച്ച് പല വർഷങ്ങളായി നിങ്ങൾ പഠിക്കുകയും കേൾക്കുകയും ഒട്ടൊക്കെ അനുഷ്ഠിക്കുകയും ചെയ്തു വരുന്നവരായിരിക്കും. അതുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിങ്ങൾ കേട്ടതിൻ്റെ ആവർത്തനം തോന്നിയാൽ ഞാൻ വന്നിരുന്ന് കേൾക്കാത്തത് കൊണ്ടാണ് എന്നൊരു അപരാധം കൊണ്ടാണ് എന്നോർത്ത് പൊറുക്കണം എന്നാദ്യമായി പറയട്ടെ. ഒരു കൺവെൻഷൻ, ഒരു സദസ്സിൽ പ്രഭാഷണത്തിന് ക്ഷണിക്കുമ്പോൾ, വരാമെന്ന് ഏൽക്കുമ്പോൾ മുൻപ് നടന്ന പ്രഭാഷണങ്ങളെയും അതിലെ വിഷയങ്ങളെയും അതിൻ്റെ മര്യാദയിൽ അല്പമെങ്കിലും അറിഞ്ഞിട്ട് വേണം വരുവാനും സംസാരിക്കുവാനും എന്നറിയുന്നതുകൊണ്ട് പരമാവധി പൊതു പ്രഭാഷണങ്ങളിൽ ഇതുവരെ പങ്കെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇതിന്റെ സംഘാടകർ മുൻപൊരിക്കൽ വിളിച്ചപ്പോഴും പകലുള്ള ഏതെങ്കിലും വിഷയത്തിന്റെ ക്ലാസ്സിൽ വരാം, അതാകുമ്പോൾ കൃത്യമായൊരു വിഷയം ഉണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത്. കൃത്യമായി പഠിപ്പിക്കുകയും കൃത്യമായി ഒരു വഴിയിൽ കൊണ്ടുപോവുകയും ചെയ്യുന്ന സദസ്സുകളിലെത്തി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ആ ഏകാഗ്രതയ്ക്കും ആ ശൈലിക്കുമൊന്നും ഭംഗം വരാതിരിക്കാൻ നോക്കിയില്ലെങ്കിൽ അത് പരമ്പരയോട് ചെയ്യുന്ന ഒരു അപരാധമായി പലപ്പോഴും മാറും. എന്റെ വാക്കുകളിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും അത്തരം അബദ്ധങ്ങൾ വന്നുകൂടിയാൽ പൊറുക്കുക, പറ്റിയില്ലെങ്കിൽ എന്നെ മാത്രം ശിക്ഷിക്കുക, എന്റെ പാരമ്പര്യത്തെ നിന്ദിക്കരുതേ എന്ന അപേക്ഷയോടെ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കും. സനാതനധർമ്മം സനാതനമെന്ന പേരിന് അർഹമായിരിക്കുന്നത് ചില മൗലിക മൂല്യങ്ങൾ കൊണ്ടാണ്. നമുക്കറിയാം, ഈശ്വരനെയും ഈശ്വര സങ്കല്പങ്ങളെയും വളരെ വിപുലമായി ഭാരതീയർ പല നിലകളിൽ അപഗ്രഥിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അപഗ്രഥിച്ച് ചെല്ലുമ്പോൾ ഇല്ലാതാകുന്നതും എന്നാൽ പ്രത്യക്ഷത്തില് അനുഭവപ്പെടുന്നതുമായ ഈ ജഗത്ത്, പ്രാതിഭാസികം എന്ന് വിളിക്കാവുന്ന ഈ ജഗത്ത് സൃഷ്ടിക്കുന്നതിൽ സൃഷ്ടികർത്താവായ ഈശ്വരനും സാപേക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരന്റെ സാപേക്ഷതയെ മുൻനിർത്തി ജീവജാലങ്ങളുടെ, പ്രജകളുടെ കർമ്മങ്ങളിൽ നിന്നാണ് ഈശ്വരൻ സൃഷ്ടിയെ ചെയ്യുന്നത്. ഏതെല്ലാം കർമ്മങ്ങൾ എത്രത്തോളം ഈശ്വരാർപ്പണമായിരിക്കുന്നു, നിഷ്കാമമായിരിക്കുന്നു, അവ സൃഷ്ടിക്ക് ഈശ്വരൻ അനിവാര്യമാണ്.
സനാതനധർമ്മത്തെ ലോകത്ത് നിലനിർത്തുവാൻ പ്രാചീന ആചാര്യന്മാർ ഏറ്റവും ശ്രദ്ധിച്ചത് കർമ്മ കൈങ്കര്യത്തില് ഈ വസ്തുതയെ എങ്ങനെ ചേർക്കാമെന്നുള്ളതാണ്. ബ്രഹ്മസൂത്രം പ്രസിദ്ധമായൊരു സൂത്രത്തില് ഈ സന്ദേശവും നമുക്ക് തരുന്നുണ്ട്. വൈഷമ്യ നിർഘൃണ്യ സാപേക്ഷത്വ. ഈശ്വരന് മാനവകർമ്മം അനിവാര്യമായി വരും. കേവലനായല്ല ഈശ്വരൻ ഈ സൃഷ്ടിയെ നടത്തുന്നത്. ഒരുപക്ഷെ ഭാരതീയമാണ് ഈ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെയാണ് ഈ കർമ്മങ്ങളെ ഉപയോഗിക്കുന്ന ഈശ്വരൻ ആപേക്ഷിക പ്രകൃതിയിൽ ദൈവതം എന്ന നിലയിൽ അനുകൂലവും പ്രതികൂലവുമായ രണ്ട് ഭാവങ്ങളെ വെച്ച് പുലർത്തുന്നു. സാമാജികമായ നമ്മുടെ അറിവും അതിന്റെ വിനിയോഗവും അതിന്റെ കർമ്മപദ്ധതികളും ഫലത്തിൽ വരുമ്പോൾ ചിലത് വിജയിക്കുക, ചിലത് വിജയിക്കാതിരിക്കുക, ചിലർ വിജയിക്കുക, ചിലർ വിജയിക്കാതിരിക്കുക, ചിലപ്പോൾ വിജയിക്കുക, ചിലപ്പോൾ വിജയിക്കാതിരിക്കുക. എന്നെ ശ്രവിക്കുന്ന നിങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ കുട്ടികളെ വളർത്തുമ്പോൾ നോക്കിയാലും അറിയാം. വളരെ പഠിപ്പിച്ചു, വളരെ ഉന്നത നിലയിൽ പരീക്ഷയും പാസ്സായി. അത്രയും ഉന്നത നിലയിലല്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുക, ചിലർക്ക് കിട്ടാതെ വരിക. ഇതൊക്കെ വരുമ്പോഴെങ്കിലും ഇതിന്റെ കാരണം പ്രാചീനരാണെങ്കിൽ അന്വേഷിക്കും. കാരണം രണ്ട് കരണങ്ങളുടെ സംയോഗമാണ് ഫലത്തിലുള്ള സിദ്ധി. ഒന്ന് പുരുഷാകാരത്തിന്റെയും ഒന്ന് ദൈവത്തിന്റെയും. സൃഷ്ടികർത്താവായ മഹാപ്രഭു പ്രപഞ്ച സൃഷ്ടിയെ ചെയ്യുമ്പോൾ പ്രജാപതി ജീവികളുടെ ഏതേത് കർമ്മങ്ങളെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വ്യഷ്ടിയിലും സമഷ്ടിയിലും അനുകൂലവും പ്രതികൂലവുമായ രണ്ട് ഭാവങ്ങളുണ്ട്. അതുപോലെ തന്നെ പുരുഷ പ്രയത്നത്തിനും രണ്ടു ഭാവങ്ങളുണ്ട്. വിമർശ്യകരണവും ക്ഷിപ്രകരണം. വിമർശ്യകരണം വേണ്ടത്ര ആലോചിച്ച് കാലം ശബ്ദമയിയായിരിക്കുന്ന അറിവ്, ഐന്ദ്രികമായിരിക്കുന്ന വിഷയബന്ധം, അർത്ഥം, കാലം, അർത്ഥം, അതിന്റെ വിനിയോഗമായി വരുന്ന കർമ്മേന്ദ്രിയങ്ങളുടെ പൂർണ്ണത, ഇടപാടുകൾ, അതിന്റെ ക്രിയാ പദ്ധതി, അതിന്റെ ബാഹുല്യം, ഇവയൊക്കെ സാമ്പ്രദായികമായ മര്യാദയിൽ തന്റെ ഗോത്ര സംസ്കൃതിക്കും താൻ ഏത് വൈദിക സൂത്രത്തെ അവലംബിച്ചാണോ ജീവിക്കുന്നത് ആ പാരമ്പര്യത്തിനും ധർമ്മത്തിന് ലോപം വരാതെയും ധർമ്മമാണ് പ്രജയെ ധരിക്കുന്നത്. ലോപം വരുമ്പോഴെല്ലാം പ്രജാപരിപാലനമെന്ന ധർമ്മം, ജീവപരിപാലനമെന്ന ധർമ്മം
പ്രജകൾ തമ്മിലുള്ള അകൽച്ചയിൽ മാറും. പ്രകർഷേണ ജായമാനമായതുകൊണ്ട് ഭാരതീയ ചിന്തയെ സംബന്ധിച്ചിടത്തോളം ആദിത്യനും ചന്ദ്രനും എല്ലാം പ്രജയാണ്. ആധുനിക പഠനങ്ങളിൽ പരിനിഷ്ണാതരായ നിങ്ങൾക്ക് എത്രത്തോളം അത് സ്വീകരിക്കാനാവും എന്നറിയില്ല. അവയെല്ലാം തമ്മിലുള്ള താളമാണ് തെറ്റുന്നത്. സസ്യങ്ങളും ജന്തുക്കളും വായുവും ജലവും എല്ലാം തമ്മിലുള്ള പാരസ്പര്യവും അവയുടെ ദേവതകൾ തമ്മിലുള്ള സംവേദനവും സഹകരണവും വിമർശ്യകരണം കൊണ്ടാണ് നിലനിൽക്കുന്നത്. ആധുനിക ലോകം ക്ഷിപ്രകരണത്തിൽ വിശ്വസിക്കുന്നതാണ്. ഒരു കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ചെയ്തു തീർക്കണമെന്ന് ചിന്തിക്കുന്നതാണ്. അങ്ങനെ ഒരു ചൊല്ല് തന്നെ നമ്മുടെ ഇടയിലുണ്ടായി. ഏത് തോന്നുന്നുവോ അത് പെട്ടെന്ന് ചെയ്യുക. കാലത്തെയും അർത്ഥത്തെയും കർമ്മത്തെയും അതിന്റെ ഊനമിഥ്യ അതിയോഗങ്ങൾ വരാതെ, ഊനമിഥ്യ അതിയോഗങ്ങൾ വരുമ്പോൾ അവ ബുദ്ധിവിഭ്രമം, സംജ്ഞാവിഭ്രമം, ഇച്ഛാവിഭ്രമം, സ്വഭാവവിഭ്രമം, ക്രിയാവിഭ്രമം എന്നിങ്ങനെ വിഭ്രമങ്ങളുടെ ലോകങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. സമയം കിട്ടുമെങ്കിൽ അവ ഒരടിക്കിൽ പറഞ്ഞിട്ട് നമുക്ക് പുറകെ കാണാം. ആധുനിക ലോകം, പ്രത്യേകിച്ച് ആധുനിക വിദ്യാർത്ഥികൾ ഏറ്റവും അധികം വിഷമിക്കുന്നത് ഈ വിഭ്രമങ്ങളിലൂടെയാണ്. മുതിർന്നവരുടെ കാര്യവും കുറച്ചല്ല. അതിലെ ഇച്ഛാവിഭ്രമത്തിന്റെ ലോകം വളരെ വിപുലമാണ്. ഇച്ഛാഭംഗത്തിൽ വെച്ചാണ് ആധുനികരിൽ ഭക്തി ലഭിക്കുന്നത്, ജനിക്കുന്നത് എന്നത് വസ്തുതയാണ്. മധുസൂദന സരസ്വതിയോ മീരയോ പരമഭക്തനായ ചൈതന്യ മഹാപ്രഭുവോ വന്ന ബന്ധാവിലൂടെയല്ല ആധുനികരിൽ അത് ജനിക്കുന്നത്. അതൊരു ഇച്ഛാവിഭ്രമത്തിന്റെയും ക്രിയാകലാപത്തിന്റെയും ലോകങ്ങളിലൂടെയാണ് രൂപാന്തരപ്പെട്ടു വരുന്നത്. അതിന്റെ പരിണാമം നാം ചിന്തിക്കുന്നതിലൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് വൈദികി ദൈവത്തെയും പുരുഷപ്രയത്നത്തെയും രൂപപ്പെടുത്തുമ്പോൾ എത്രത്തോളം ദൈവ ആനുകൂല്യവും പ്രതികൂലമല്ല, അനുകൂലവും മാനവപ്രയത്നത്തിന്റെ വിമർശകരണവും സംയോജിക്കുന്നു, അവിടെയെല്ലാം വ്യക്തിയിലും സമഷ്ടിയിലും ശാന്തിയുണ്ടാവുകയും സനാതനമായ സത്യം അവിടെ നിലനിൽക്കുകയും ചെയ്യും. സനാതന സത്യ സംപ്രേഷണത്തിന് വൈദികിയുടെ ഈ ഒരു അറിവ് അനിവാര്യമാണെന്ന് പൂർവാചാര്യന്മാർ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ഈ അറിവുകൾക്കുള്ള ആകരമാണ് വേദങ്ങളും ശാസ്ത്രങ്ങളും വേദാംഗങ്ങളും എന്ന് പറയപ്പെടുന്നു. അതില് ശാബ്ദികമെന്നും ക്രിയാപരമെന്നും
അല്ലെങ്കിൽ വിനിയോഗപരമെന്നും രണ്ടായി വൈദികിയെ തിരിക്കുമ്പോൾ ശാബ്ദികത്തിന് പ്രഥമതാ പ്രാധാന്യം കൂടുകയും എന്നാൽ വിനിയോഗ പദ്ധതിക്ക് പിന്നീട് അതിനേക്കാൾ പ്രാധാന്യം വരികയും ചെയ്യുന്നു. ഭാരതീയ സംസ്കൃതിയുടെ മുന്നേറ്റത്തിൽ ഒന്നിനേക്കാൾ മെച്ചമാണ് എന്ന് പറയുമ്പോൾ അതിനു മുമ്പുള്ളത് മോശമാണെന്നല്ലർത്ഥം. സമഗ്ര പഠനങ്ങളിലൊന്നും വിഷയത്തിന്റെ താൽപര്യം ജനിപ്പിക്കുന്നതിനു വേണ്ടി, അതുകൊണ്ടാണ് ശ്രുതിസ്മൃതികളെയൊക്കെ പഠിക്കുമ്പോൾ അതിന്റെ പാരമ്പര്യ തലങ്ങളിൽ നിന്ന് പഠിച്ചിരിക്കണമെന്ന് ആചാര്യന്മാർ നിർബന്ധിക്കുന്നു. അല്ലെങ്കിൽ ഒരു വാക്കിനെ എടുത്ത് അപഗ്രഥനാത്മകമായ ലോകങ്ങളിലൂടെ വിശ്വാസമില്ലാതെ നാം കടന്നുപോകും. പലപ്പോഴും പാശ്ചാത്യ പഠനക്രമത്തിന്റെ രീതി അപഗ്രഥനാത്മകമാണ്, അനലറ്റിക്കൽ. മിക്കവാറും ആധുനികരുടെ വിദ്യാഭ്യാസം ഏറിയ കൂറും നടന്നിട്ടുള്ളത് ആധുനിക വിദ്യാഭ്യാസ രീതിയിലായതുകൊണ്ട് ആ മാനദണ്ഡങ്ങളിലൂടെയും ആ രീതിവിധാനങ്ങളിലൂടെയും ആയിരിക്കും നാം പ്രാചീന പഠനങ്ങളെ സമീപിക്കുക. പാശ്ചാത്യർ ആ മാർഗമാണ് തുറന്നുവെച്ചതും. അനുഭവത്തിനു വേണ്ടിയല്ല, സത്യസാക്ഷാത്കാരത്തിനു വേണ്ടിയുമല്ല, മസ്തിഷ്കത്തിന് ഒരു വിനോദമെന്ന നിലയിലാണ്, ആസ് ആൻ ഇന്റലക്ച്വൽ എക്സസൈസ്. ആ തലത്തിലാണ് നാം ഇന്ന് പലപ്പോഴും പ്രാചീനങ്ങളായ ഈ ഗ്രന്ഥങ്ങളെ കാണുന്നത്. അല്ലാതെ കാണുന്നതിനുള്ളൊരു പദ്ധതി പ്രാചീനർ ശക്തമായി രൂപപ്പെടുത്തിയിട്ടുണ്ട്. വൈദികിയുടെ ശബ്ദ ലോകങ്ങളെ, ശാബ്ദിക മണ്ഡലത്തെ ആനുഭൗതികമായി അറിയുന്നതിന് ശിക്ഷ, വ്യാകരണം, ഛന്ദസ് എന്ന് 3 ശാസ്ത്രങ്ങളെ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയും വേഗത്തിൽ നിങ്ങളെ ഒത്തുകൂടുന്നവരും ഇത്രയും വരെ സമ്മേളിപ്പിക്കുവാൻ കഴിഞ്ഞ ബഹുമാന്യരായ ആചാര്യന്മാരും ഇതൊരു വലിയ വിജയമാണ്, ചെറുതല്ല. വളരെ ചെറിയൊരു ന്യൂനപക്ഷം കാത്തുസൂക്ഷിച്ചതാണ് സനാതന ഭാരതി. അതവരുടെ അനുഷ്ഠാനമായി സൂക്ഷിച്ചതാണ്. കാലത്തിന്റെ ഭാഗ്യം കൊണ്ട് അതിന്ന് വളരെയധികം ആളുകൾക്ക് ആവേശമായി മാറിയിട്ടുണ്ടാവും. അനുഭവമായി എത്ര മാറുന്നു എന്നത് എനിക്കറിയില്ല. അതിനെ അളക്കാൻ മാനദണ്ഡങ്ങളില്ല. ആവേശമായി മാറുന്നു എന്നുള്ളത് നിങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാം. സ്വാമിജി പറഞ്ഞെങ്കിലും നിങ്ങളുടെ സദസ്സ് ചെറുതല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു.
കാരണം എല്ലായിടത്തും ആയിരം പരിപാടികൾ ജാതീയമായി, മതപരമായി, വർഗപരമായി, വർണ്ണപരമായി, നേതൃപരമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ പലതരം പ്രതിബദ്ധതയ്ക്കിടയിൽ നിങ്ങൾ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് എന്റെ തോന്നൽ. എന്നിരുന്നാലും ഇന്ന് സനാതന ഭാരതി അതിലെ ചെറിയൊരു പക്ഷം, ഒരു ന്യൂനപക്ഷം, അവരതിന്റെ ശാബ്ദിക മണ്ഡലവും അതിന്റെ വിനിയോഗ മണ്ഡലവും ഗോത്രപരമായി സംരക്ഷിച്ചു പോന്നു എങ്കിൽ നമുക്ക് ഏറ്റവും അധികം നഷ്ടം വന്നിട്ടുള്ളത് അത് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ചുരുങ്ങിയതൊരു 30-35 വർഷമായി വൈദിക പഠനം അതിന്റെ സമഗ്രതയിൽ ഇന്ന് കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ രീതിയിൽ വളരെ പണ്ഡിതന്മാരായ 50, 60, 70 വയസ്സുകൾക്ക് മേലുള്ള ആളുകളെ മാറ്റി നിർത്തിയാൽ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഒരു പ്രഭാഷണം ചെയ്യാൻ അറിയാവുന്നവർ ഉണ്ടാവും. അതൊരു വിജയമാണെന്ന് അതിന്റെ സൂക്ഷ്മ പഠനങ്ങളിൽ കരുതാൻ വയ്യ. അതുകൊണ്ട് ആശ്രമങ്ങളും വൈദികരും വളരെ ശ്രദ്ധേയമായ കാലവും ഈ കാലഘട്ടത്തിലെ ഭരണ സംവിധാനങ്ങളും പൈതൃകത്തിനു വേണ്ടി പാശ്ചാത്യർ മുടക്കുന്ന പണം മുഴുവൻ വാങ്ങിച്ചു കൂട്ടുമ്പോഴും പൈതൃക സംപ്രേഷണത്തിന് ശക്തരാകുന്നില്ല എന്നത് വസ്തുതയാണ്. സൂക്ഷ്മമായി പഠിച്ചാൽ ധാരാളം പണമാണ് ആ നിലയിൽ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നാം കേൾക്കുന്നത് വേദാംഗ പഠനങ്ങൾ നടക്കുന്നിടത്ത് പുരാണം, ന്യായ മീമാംസ, ന്യായമെന്ന് പറയുമ്പോൾ ഗൗതമന്റെ ന്യായശാസ്ത്രവും കണാദന്റെ വൈശേഷികവും ഒന്നും ആ പഠനത്തിന്റെ പട്ടികയിലേക്ക് വരുന്നില്ലെന്നാണ് എന്റെ തോന്നൽ. പകരം പുരാണങ്ങള് ഇന്ന് വളരെ പ്രസിദ്ധങ്ങളായി വരുന്നുണ്ട്. പുരാണങ്ങളുടെ പഠനങ്ങളിൽ എവിടെയെങ്കിലും പ്രോത്സാഹനീയമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ എടുത്ത് വേദനിഷേധത്തിനൊരുങ്ങുന്നു എന്നുള്ളത് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ധർമ്മജിജ്ഞാസമാനാനാം പ്രമാണം പരമം ശ്രുതി എന്നാണ് സ്മൃതികാരന്മാരെല്ലാം പറഞ്ഞിട്ടുള്ളത്. ശ്രുതിയിലേതല്ല. പരമപ്രമാണമായ ശ്രുതിയെ നിഷേധിച്ചുകൊണ്ടാണ് 50,000-ഉം 60,000-ഉം ആളുകൾ കൂടുന്ന പല സദസ്സുകളിലും സന്ധ്യാവന്ദനം, വിളക്ക് കൊളുത്തലൊന്നും അരുതെന്ന് തന്നെ സ്പഷ്ടമായി പലപ്പോഴും പറയുന്നതാണ് കേട്ടുവരുന്നത്. അതിനെയൊക്കെ ഭാരതീയമെന്നും സനാതനമെന്നുമാണ് നമ്മൾ കരുതിപ്പോരുന്നത്. ഇതിന് കാരണം അതിന്റെ മൗലിക മൂല്യങ്ങൾ അറിയാതെ പാശ്ചാത്യ ശാസ്ത്ര പഠിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇതിലെ വായ്മൊഴികളെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. മറിച്ചൊരു പഠനത്തിന്റെ ആവശ്യം ഇല്ലെന്നുമായി വരും. ഇവയെ നിലനിർത്തിയ പാരമ്പര്യ പഠന രീതികളോട് നീതി പുലർത്തുമ്പോൾ വളരെ കുറച്ചുപേർ പഠിച്ചാലും സനാതനധർമ്മം നിലനിൽക്കും. ഞാൻ തെല്ലൊന്ന് നിർത്തിയിട്ട് പറയട്ടെ,
അപ്പോഴാണ് കൂടുതൽ നിലനിൽക്കുക. എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. 1000 മണ്ടന്മാർ പഠിക്കുന്നതിനേക്കാൾ ഉത്തമമാകുന്നത് ഒരു പണ്ഡിതൻ പഠിക്കുന്നതാണ്. അതിൻ്റെ ജന്മ പാരമ്പര്യങ്ങളിൽ വളരെ കൃത്യമായി. കാരണം അതിനെ നിന്ദിക്കില്ല, വിശ്വസിക്കും, അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കും. കാരണം എല്ലാം പഠിച്ചിട്ട് നിങ്ങൾക്കിത് അനുഷ്ഠിക്കാനാവില്ല. ഭാരതീയ തത്വചിന്ത മുഴുവൻ പഠിച്ചു കഴിഞ്ഞൊരാൾ അനുഷ്ഠിക്കാമെന്ന് വിചാരിച്ചാൽ ഈ ജന്മത്ത് നടക്കില്ല. അനേക ജന്മസിദ്ധമായ അറിവിനെ അല്പം പഠിക്കുമ്പോൾ സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത് എന്ന് സ്മൃതി എന്ന നിലയിൽ ഗീതയെ എടുക്കുന്നവർക്ക് അങ്ങനെ, ഉപനിഷത്സു എന്ന നിലയിൽ, ശ്രുതി എന്ന നിലയിൽ ഗീതയെ എടുക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം. അതുകൊണ്ട് അല്പം പഠിച്ചാൽ ആ പഠിച്ചത് അതീതമായത് ആചരിക്കുകയും അതിനെ പ്രവചിക്കുകയും ചെയ്യും. സ്വാധ്യായവും പ്രവചനവും നിർത്തരുതെന്നാണ്. മണ്ഡലമിശ്രനോടും പ്രഭാകര മിശ്രനോടും നമുക്ക് യോജിച്ചു നിന്നുകൊണ്ട് പറയാം. ഒരാൾ സ്വാധ്യായം നിർബന്ധമാണെന്നും പ്രവചനം നിർബന്ധമല്ലെന്നും പറയുമ്പോൾ മറ്റേയാൾ പ്രവചനമാണ് നിർബന്ധം, സ്വാധ്യായം നിർബന്ധമല്ലെന്ന് പറയുന്നയാളാണ്. രണ്ടാശയങ്ങളെയും ശ്രുതിയെ അവലംബിച്ചുകൊണ്ട്, തൈത്തരീയ ശ്രുതിയെ അവലംബിച്ചുകൊണ്ട് രണ്ടുമില്ലാതിരിക്കരുത് എന്ന് തീരുമാനിക്കാം. അതിനൊരുങ്ങുമ്പോ ശാബ്ദിക ബ്രഹ്മത്തെ, കാരണം ശബ്ദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു ശബ്ദത്തില്, ഒരു വാക്കില് ശബ്ദം ഇരട്ടിക്കുന്നത് എവിടെയാണ്? അതിന്റെ ഹ്രസ്വം എങ്ങനെ, ദീർഘമെങ്ങനെ, പ്ലുതമെങ്ങനെ? ഇതൊക്കെ പഴയ ആളുകൾ വളരെ ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് നമുക്ക് പലപ്പോഴും നമ്മുടെ ആധുനിക വിദ്യാഭ്യാസ രീതി അനുസരിച്ച് അക്ഷരവ്യക്തത തന്നെ അനിവാര്യമല്ല. അതുകൊണ്ട് ഒട്ടേറെ ശ്രോതോരോഗങ്ങളും നാഡീരോഗങ്ങളും ധമനി രോഗങ്ങളും നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരികയാണ്, മുമ്പില്ലാത്ത വിധം. ശാബ്ദിക പ്രപഞ്ചം വളരെ വിപുലമാണ്. അതുകൊണ്ട് കുറഞ്ഞ വ്യാകരണ നിയമങ്ങളെയും അത്യാവശ്യമെങ്കിലും ശിക്ഷാശാസ്ത്രത്തെയും, വൈദികിക്ക് വേണ്ടിയാണ് പണ്ടുള്ളവർ ഇത് പഠിച്ചത്. വൈദികിയുടെ പഠനം നിലച്ചപ്പോൾ 6 ശാസ്ത്രങ്ങളുടെയും പഠനം നിലച്ചു. ശാസ്ത്രങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ വൈദികിയെ അതിന്റെ ശബ്ദ ലോകത്തും അതിന്റെ വിനിയോഗ ലോകത്തും നിലനിർത്തുവാൻ പ്രയാസം വരും. എങ്ങനെയാണ് ഈ ശബ്ദങ്ങളെ വിനിയോഗിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നത് കൽപ്പശാസ്ത്രമാണ്. അതിന്റെ ഉള്ളറയിലെ രഹസ്യം എന്താണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നിരുക്തമാണ്. നിരുക്തത്തിന് യാസ്ക മഹാചാര്യന്റെ
ഭാഷ്യവും നമുക്കുണ്ട്. അതിനുള്ള കാലം, വൈദികിയെ ഉപയോഗിക്കുന്നതിനുള്ള കാലം, കൃത്തിക, പൗർണമാസം, ദർശം, ഇവയൊക്കെ കൃത്യമായി അറിയുന്നതിനാണ്. നാം ഇന്ന് അതിനല്ല ഉപയോഗിക്കുന്നത്. ഇന്ന് അത്ര ഫലമൊന്നും തരില്ലാത്ത വ്യക്തിയുടെ ഭാവി പ്രവചനത്തിനാണ് നാം ഇന്ന് ജ്യോതിഷം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതിൽ വരുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തർക്കവിതർക്കങ്ങൾക്ക് ഇഷ്ടം പോലെ ചാൻസ് ഉണ്ട്. അതിനെ അതിന്റെ സനാതനമായ മൂല്യത്തിൽ ഉപയോഗിച്ചിരുന്ന വൈദിക രീത്യ ഈ ശാസ്ത്രങ്ങളെയും അതിന്റെ വിപുലമായ അംശങ്ങളെ തിരിച്ചറിയുവാൻ പാകത്തിന് വേദാംഗങ്ങളെയും പുരാണത്തെയും ഇതിഹാസത്തെയും ന്യായത്തെയും മീമാംസയെയും സ്മൃതികാരൻ അങ്ങനെയാണ് പറയുന്നത്. ന്യായമെന്ന് പറയുമ്പോൾ വൈശേഷികം കൂടെ ചേരുമെന്ന് ഓർത്തുകൊണ്ട് ചേർത്തുവെച്ച് പഠിക്കേണ്ടതിലേക്ക് നാം ഈ ജിജ്ഞാസയെ കൊണ്ടുപോകേണ്ട കാലമായിരിക്കുന്നു. പരമാവധി കുടുംബങ്ങളിൽ അനൗപചാരികമായ ഈ ഒരു വിദ്യാഭ്യാസ സങ്കേതത്തിന് നാം ഇതുവരെ ജീവിതത്തിൽ എവിടെയെങ്കിലും വിജയിച്ചുവെങ്കിൽ, എവിടെയെങ്കിലും ഭാരതീയർക്ക് പ്രാധാന്യം ലഭിച്ചുവെങ്കിൽ, അതിന്ന് കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് നോക്കാം. ലോകമാതൃകയിൽ ഹൈന്ദവ സനാതനധർമ്മത്തിന്റെ പുത്തൻ യുവത്വത്തിന്, പുതിയ ശിശുക്കൾക്ക് ലോകജീവിതത്തിൽ എവിടെയെങ്കിലും അവസരം കുറഞ്ഞു വരുന്നുണ്ടോ? സ്വയം അധമ മനോഭാവം ഉടലെടുക്കുന്നുണ്ടോ? ഇന്നലെ വരെ അത് ഉടലെടുക്കാതിരുന്നത് പിതൃപിതാമഹന്മാർ പഠിച്ചതിന്റെ തുടർച്ച ബീജത്തിലൂടെ നിലനിന്നതിന്റെ ധൈര്യവും സ്ഥൈര്യവുമായിരുന്നുവോ? ആ സ്ഥൈര്യധൈര്യാദികൾ കുറയുന്നത് പാരമ്പര്യാധിഷ്ഠിതങ്ങളായ പഠനങ്ങളെ കുറച്ചതുകൊണ്ടായിരിക്കുമോ? പല കാര്യങ്ങളിലും ബുദ്ധിമാന്മാരും ഉൽപ്പതിഷ്ണുക്കളും അധുനാധുനന്മാരുമായ നമുക്ക് പലപ്പോഴും മാനസികമായും ശാരീരികമായും സാമൂഹികമായും ഇത്രയധികം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും പിന്നോക്കാവസ്ഥ വരുന്നുവെങ്കിൽ, നേരെ നിന്ന് കാര്യം പറയുവാനുള്ള ശക്തി കുറഞ്ഞു വരുന്നുവെങ്കിൽ, നമ്മുടെ ഇന്നത്തെ രീതികളുടെ ഒന്നും കുറവല്ല, ദൈവാനുകൂല്യത്തിന്റെ ഒരു കുറവുണ്ട് എന്ന് തിരിച്ചറിയേണ്ടതാണ്. അത് പാരമ്പര്യപ്രതിഷ്ഠിതമായ പ്രവർത്തന രംഗത്ത് ഉപയോഗിക്കേണ്ട വിമർശ്യകരണവും ക്ഷിപ്രകരണത്തെ മാറ്റി കാലാർദ്ധകർമ്മങ്ങളെ സംയോജിപ്പിച്ച് മര്യാദാമസൃണമായി വൈദികി പറഞ്ഞിട്ടുള്ളതനുസരിച്ച് വിജയത്തിന് നമ്മുടേതായ പദ്ധതികൾ
ക്ഷിപ്രകരണത്തിലൂടെ നമ്മുടെ ബോധത്തിൽ ഉദിപ്പിക്കുന്നതിന് പകരം പാരമ്പര്യനിഷ്ഠമായി മറ്റത് അനേകം വൈയക്തിക സ്വരൂപങ്ങളെ സൃഷ്ടിക്കുവാനേ കഴിയുള്ളൂ. നാം അറിയുന്നവരൊക്കെ പൂർവാചാര്യന്മാർ വ്യക്തിസ്വരൂപത്തെ മറക്കുകയും നാമരൂപങ്ങളെ ഉപേക്ഷിക്കുകയും ദേശകാലങ്ങളെ അതിവർത്തിക്കുകയും സമഷ്ടി പുരുഷനായ ഈശ്വരനിൽ തങ്ങളുടെ സമസ്ത കർമ്മങ്ങളെയും സമർപ്പിക്കുകയും ചെയ്തവരാണ്. ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം 48-ാം ശ്ലോകമാണെന്ന് തോന്നുന്നു. എണ്ണത്തിലൊക്കെ തെറ്റുപറ്റും. എണ്ണം ഞാനൊരു രസത്തിന് പറയുന്നതാണ്. പ്രഭാഷണത്തിലൊക്കെ ഈ ശ്ലോകത്തിന്റെ എണ്ണമൊക്കെ ഞാൻ പറയുമ്പോൾ അത്രയൊക്കെ ഓർമ്മയുണ്ട് എനിക്കെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ കേൾക്കാനൊരു സുഖമുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ്. അതിൽ പിന്നീട് നോക്കുമ്പോൾ തെറ്റുപറ്റിയെങ്കിൽ എന്നോട് പൊറുക്കുക. 2-ാം അധ്യായം 48-ാം ശ്ലോകമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. യോഗസ്ഥ കുരു കർമാണി സംഗം തെക്വാ ധനഞ്ജയ സിദ്ധ്യ സിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഉച്യത്തെ. അതിലെ കർമ്മം ചെയ്യേണ്ടതിനെ പറയുമ്പോൾ മഹോന്നതനായ ഭാഷ്യകാരൻ ഈശ്വരാർപ്പണപൂർവം എന്നൊരു പദം ഉപയോഗിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ബ്രഹ്മസൂത്ര ഭാഷ്യം കടന്നു വന്നിരുന്നുവോ എന്ന സംശയം വെച്ചാണ് ഞാൻ ആദ്യത്തെ ഭാഗം പറഞ്ഞത്. ജീവികളുടെ കർമ്മം ഭഗവാൻ ആവശ്യം. നമ്മുടെ എല്ലാ കർമ്മവും ഭഗവാൻ ആവശ്യമാണ്. സ്വസ്വത്വ നിവൃത്തി പരസ്വത്വ ആപാദനമാണ് ദാനം. ഏതൊക്കെ കർമ്മങ്ങളിൽ നമ്മുടെ കർത്തൃത്വം അറിവുകൊണ്ട് ഇല്ലാതായി, കർമ്മത്തിന് അധിഷ്ഠാനം, കർത്താവ്, കരണം, ചേഷ്ട, ദൈവം. അധിഷ്ഠാനം നമ്മുടെയല്ല ഒരു കർമ്മത്തിലും. ജീവസൃഷ്ടി പരമായി നമ്മൾ കർമ്മത്തിൽ ഉപയോഗിക്കുന്നത് അല്പം കർത്തൃത്വ ബുദ്ധിയും കരണങ്ങളുടെ കുറച്ചു ഭാഗങ്ങളും ചേഷ്ടയുമാണ്. ബാക്കിയൊക്കെ ഈശ്വര സൃഷ്ടിയിൽ നിന്ന് എടുത്തതാണ്. തിഥി അറിയിക്കാതെ തന്റെ വീട്ടിലേക്ക് വരുന്ന ഒരുവന്റെ അഗ്നിയെ സാന്ത്വനിപ്പിക്കുമ്പോൾ പുത്രനും പശുവും ആശയും പ്രതീക്ഷയും സംഗതവും സൂനൃതവും രക്ഷിക്കപ്പെടുന്നു എന്നവർ വിശ്വസിച്ചു. സനാതനധർമ്മികളായ നമ്മൾ ഈ യജ്ഞരൂപമായിരിക്കുന്ന ധർമ്മങ്ങളെ, ദർശത്തെ, പൗർണമാസത്തെ നമ്മുടെ അന്ധക്കരണത്തിന്റെ വിശുദ്ധിക്കായിക്കൊണ്ട് ഉൾക്കൊള്ളുകയും അതിന്റെ മീമാംസയെ അറിയാൻ ശ്രമിക്കുകയും
അറിയിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വിശുദ്ധമായ അന്ധകരണത്തിൽ തമസ്സ് മാറുകയും സത്വം വിളയാടുകയും ഈശ്വരഭാവം വരികയും അറിഞ്ഞും അറിയാതെയും നാം ചെയ്യുന്ന കർമ്മങ്ങൾ ജഗദീശ്വരൻ ആവശ്യമായി വരികയും ആ കർമ്മങ്ങളെ ജഗദീശ്വരൻ സ്വീകരിക്കുന്നതോടുകൂടി നാം ധന്യരായിത്തീരുകയും നമ്മുടെ ആഗ്രഹങ്ങളോ ചിന്തകളോ സാമാജികമായി മാറുകയും ഉത്തരക്ഷണത്തിൽ കാലവിളംബമില്ലാതെ അവ സാധിതപ്രായമാവുകയും ചെയ്യും എന്നാണ് പൂർവാചാര്യന്മാരുടെ മതം. ഇത് എനിക്കറിയാവുന്ന വിധത്തിൽ ഞാനതൊന്ന് രൂപപ്പെടുത്തി പറഞ്ഞതാണ്. അതുകൊണ്ട് കേട്ട ഉടനെ നിങ്ങൾ വിശ്വസിക്കേണ്ട, നിങ്ങൾ ചിന്തിക്കുക, നല്ല പോലെ നിങ്ങളുടെ വിമർശകരണം ഉപയോഗിക്കുക, നന്നായി വിമർശിക്കുക. എന്നിട്ട് ഇതിന്റെ സാധ്യതാലോകങ്ങൾ ശരിയാണെങ്കിൽ അടുത്ത വർഷത്തെ ഈ പദ്ധതിക്കായി വരുമ്പോഴേക്ക് കുറച്ചൊന്ന് അനുഷ്ഠിച്ചു നോക്കുക. ഒരു ടെസ്റ്റ്. നിങ്ങളുടെ വാക്കും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ പ്രവൃത്തിയുമെല്ലാം വഴി. എന്നിട്ട് നിങ്ങളെയും കുട്ടികളെയും നോക്കുക. ഈശ്വരാനുകൂല്യവും വിമർശകരണവും ഒരുമിച്ച് വരുന്ന വേളയിൽ നിങ്ങളുടെ ജീവിത നേട്ടങ്ങളുടെ പട്ടിക, ശാന്തിയുടെ നില, പ്രകൃതി നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്, ഇവയെല്ലാം പഠനീയമാക്കുക നല്ല പോലെ. അത് നിങ്ങൾ ആധുനിക രീതിയിൽ തന്നെ അപഗ്രഥിച്ച് നോക്കിക്കോളൂ. അതല്ല ശരി, കാരണം നിങ്ങൾ പോന്ന പന്ഥാവ് അതായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. പ്രാചീനത അങ്ങനെയല്ല. ആചാര്യനിൽ നിന്ന് ശിഷ്യനിലേക്ക്, ശിഷ്യനിൽ നിന്ന് ശിഷ്യനിലേക്ക്. വളരെ ശക്തമായി ശബ്ദം കൊണ്ട് തന്നെ പ്രമാണമായി കടന്നു ചെല്ലുന്നതാണ്. അങ്ങനെ പോന്നിരുന്നത് കൊണ്ട് ബുദ്ധിക്ക് പലപ്പോഴും വിഭ്രമം വന്നിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർമ്മങ്ങളും പദ്ധതികളും അല്പം മാറിയാൽ നമ്മുടെ ഉറക്കം, ഉറങ്ങുന്നവർ ആധുനികരുടെ ഇടയിൽ കുറവാണ്. വൈദികി പറയുന്നത് 6 മണിക്കൂറിൽ കുറയാതെ ഉറങ്ങണം. കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ 24 മണിക്കൂറിൽ 20 മണിക്കൂർ ഉറങ്ങണം. ഉറക്കത്തിലാണ് വരാനിരിക്കുന്ന ദോഷങ്ങളൊക്കെ ശാന്തമായി പോകുന്നത്. ഒരു തമാശ പറഞ്ഞാൽ നിങ്ങൾ ഉൾക്കൊള്ളുമോ എന്ന് എനിക്കറിയില്ല. ഉറങ്ങാത്ത ഒരു മന്ത്രി കഴിഞ്ഞ വർഷം ശബരിമല സീസണിൽ കേരളത്തിലെ ഉറക്കാത്തതിൻ്റെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന വരൾച്ച. ഒരു തുള്ളി വെള്ളമില്ല. വാഗമണ്ണും ഇടുക്കിയുമൊക്കെ മലമുകൾ കരിഞ്ഞുണങ്ങി നിൽക്കുക. ഡാമുകളിൽ എങ്ങും വെള്ളമില്ല. ഭരണാധികാരി ഉറങ്ങിയില്ലെങ്കിൽ വസന്തം നഷ്ടപ്പെടും. കാളിദാസനും മറ്റും ഇതൊക്കെ മനോഹരമായി എഴുതിയിട്ടുണ്ട്. ഉറങ്ങാതെ പ്രയത്നിച്ചു, ഉറക്കമില്ലാത്ത രാത്രികളുടെ കഥ പറഞ്ഞു. നിങ്ങൾ ഉറങ്ങണം.
നിങ്ങൾ വിശ്വസിക്കുന്ന പലതിനും എതിരായി പോയി ഞാൻ പറഞ്ഞതെങ്കിൽ എന്നോട് പൊറുക്കുകയും വേണം. എൻ്റെ അറിവില്ലായ്മയാണ് ഇതെന്ന് കരുതിയാൽ മതി. എനിക്കിഷ്ടം ഈ അറിവില്ലായ്മയാണ്. അറിവിനെ ഇത്തരം അന്ധവിശ്വാസങ്ങളാണ് എനിക്ക് വഴിയും വെളിച്ചവും. അതുകൊണ്ട് ആലോചിച്ച് മാത്രം നിങ്ങൾ സ്വീകരിച്ചാൽ നന്നായി ഉറങ്ങും. ഉറക്കം കുറഞ്ഞാൽ രോഗങ്ങളുണ്ടാവും. ഉറക്കം കുറഞ്ഞാൽ അപകടങ്ങളുണ്ടാവും. ഉറക്കം കുറഞ്ഞാൽ ദുർനിമിത്തങ്ങളുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ പോകുന്ന വഴിക്കൊരു അപകടം ഈശ്വരൻ വരുത്തൂല, തെറ്റിദ്ധരിക്കണ്ട. ഉറക്കമില്ലാത്ത വേളയിൽ നിങ്ങളിലെ പ്രാജ്ഞൻ ഈശ്വരനുമായി ചേർന്ന് യേശ സർവേശ്വരഃ യേശ സർവജ്ഞഃ യേശോ അന്തര്യാമി യേശ യോനിഹി സർവസ്യ പ്രഭവാപ്യൗ ഹി ഭൂതാനാം എന്ന് ഉപനിഷത്തുകൾ ഉദ്ഘോഷിക്കുന്നു. ആ ചേതന ശ്ലോകം ഒന്നും ചൊല്ലേണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്, അറിയാതെ ചൊല്ലിപ്പോയതാണ്. കാരണം മലയാളത്തിൽ ആശയം മാത്രം പറഞ്ഞു പോയാൽ മതി എന്നാണ് വിചാരിച്ചിരുന്നത്. ആ ഈശ്വരൻ അപകടങ്ങളെ ഉണ്ടാക്കുകയാണ്, ദുർനിമിത്തങ്ങളെ ഉണ്ടാക്കുകയാണ്, പരാജയങ്ങളെ സൃഷ്ടിക്കുകയാണ്, ജീവിത മോഹങ്ങളെ തകർക്കുകയാണ്. ഇത് രൂപാന്തരപ്പെടുന്നത് ഒന്ന്, ബുദ്ധിവിഭ്രമം ആ സമയത്തുണ്ടാകും. അത് ഹേതുവായി നിത്യ അനിത്യ വിവേകം നഷ്ടപ്പെടുന്നു. സമയമുണ്ടെങ്കിൽ അവസാനം പറയാമെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് ബുദ്ധിവിഭ്രമമാണ്. കുട്ടികൾ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ആവുമ്പോൾ ബുദ്ധിവിഭ്രമം തുടങ്ങും. ഇന്നത്തെ പഠിപ്പ് പഠിച്ചാൽ നിത്യവും അനിത്യവും തിരിച്ചറിയാതെ വരും. വിവേകം നഷ്ടപ്പെടുക എന്നാണ് അതിന് പറയുക. ഈ സമയത്ത് ആധുനിക സൈക്യാട്രിസ്റ്റിന്റെ ഭാഷയിൽ ചെറിയ മാനിയ തുടങ്ങും. സംജ്ഞാവിഭ്രമം പതുക്കെ കയറി വരും. ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് കുറയും. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ആഹാര പദാർത്ഥങ്ങൾ, അതിൻ്റെ വ്യത്യസ്തതകൾ, ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾ, ഇവയൊക്കെ തെറ്റി മനസ്സിലാക്കാൻ. അപ്പോഴെഴുത്തുചാട്ടമുണ്ടാവും. ഈ മാനിയ കൂടും. വിഭ്രമം കൂടുമ്പോൾ ഈ അറിവില്ലായ്മ കൊണ്ട് ഉറക്കം മാത്രം, ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാതെ കഫ ഉദ്ഭവമായ നിദ്രയിലേക്ക് വഴുതി വീഴും. രാത്രി സ്വഭാവ പ്രഭാവ നിദ്രയാണ് വേണമെന്ന് ഞാൻ പറഞ്ഞു. അതാണ് സൗരജീവികൾക്ക് അനിവാര്യമായത്. രാത്രി സ്വഭാവ പ്രഭാവ നിദ്രയ്ക്ക് പകരം കഭജ നിദ്ര, രിഷ്ട നിദ്ര, ശരീരശ്രമഭവ നിദ്ര, മനഃശ്രമഭവ നിദ്ര, ഇങ്ങനെയൊക്കെയുള്ള നിദ്രകളുണ്ടാവും. ആഗന്തുകീ നിദ്ര, അണുക്കൾ കയറി കൂടിയിട്ട്. അത്തരം നിദ്രകളാണ് സംഭവിക്കുന്നതെങ്കിൽ ഇത് കുറെ കൂടെ വർദ്ധിക്കും. അപ്പൊ സംജ്ഞാവിഭ്രമം ഹേതുവായി വിഷയങ്ങളെ അറിയേണ്ടതുപോലെ അറിയാതെ അതിലനേകം തെറ്റുകളുണ്ട്. ആധുനിക സാഹിത്യകാരന്മാർ, ആധുനിക കലാകാരന്മാർ, ഇവരൊക്കെ സമൂഹത്തിൽ ഉന്നതരാണെങ്കിലും ഇവരിൽ പലരുടെയും കൃതികളും പലരുടെയും എഴുത്തുകളും സംജ്ഞാവിഭ്രമം ഹേതുവായിട്ടുള്ളവയാണ്. സംജ്ഞാവിഭ്രമം ഹേതുവായി വളരുന്ന യുവതലമുറയ്ക്ക് അത് ഹരമായി തീരും. കഴിഞ്ഞ തലമുറയിലെ പലരും
മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ വായിച്ചപ്പോൾ ആ പാറയിലെ തുമ്പിയെ അന്വേഷിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അന്വേഷിച്ചു പോകുന്നത് സംജ്ഞാവിഭ്രമം സാഹിത്യത്തിലൂടെയും കലയിലൂടെയും. അത് പിന്നീട് ബഹുമാന്യനായ മുകുന്ദൻ ഒരു യുവസമ്മേളനത്തിൽ ഒരു യുവാവ് കയറി ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുമുണ്ട്. ആ യുവാവ് രോഷാകുലനായി ചോദിച്ചത്, നിങ്ങൾ കാരണം ഞങ്ങളുടെ തലമുറ കഞ്ചാവ് വലിച്ചു, കള്ളു കുടിച്ചു, സത്യധർമാദികളിൽ നിന്ന് വ്യതിചലിച്ചു, നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാൻ? അദ്ദേഹം പറഞ്ഞത് രസകരമായി. ഞങ്ങൾ സാഹിത്യകാരന്മാർ എഴുതുന്നത് അനുകരിക്കാനല്ല, ആസ്വദിക്കാൻ മാത്രമാണ്. വൈദികി ഒരിക്കലും അങ്ങനെ പറയില്ല. ആസ്വാദനവും അനുകരണവും രണ്ടാകുക എന്നത് അസാധ്യമാണ്. അതാണ് നിങ്ങളും ചെറുപ്പക്കാരും പഠിക്കേണ്ടത്. ആസ്വദിക്കുക എന്നാൽ കോശങ്ങൾ അനുഭവിക്കുക എന്നാണ് അർത്ഥം. അനുഭവിക്കുക എന്നാൽ ജീവിതമായി തീരുക എന്നാണ് അർത്ഥം. അദ്ദേഹം ആ പറച്ചിലിൽ നിർത്തിയില്ല. അദ്ദേഹം അല്പം കൂടെ കടന്നു പറഞ്ഞു. മുട്ടത്ത് വർക്കിയുടെയും പൊൻകുന്നം വർക്കിയുടെയും നോവലുകൾ വായിച്ച് പ്രേമിച്ച് ആത്മഹത്യ ചെയ്ത പെണ്ണുങ്ങൾ ഒരുപാടുണ്ടാവും. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഞാൻ ഉദ്ധരിച്ചത്, പുറത്തുനിന്നല്ല. ഇതിന് കാരണം സംജ്ഞാവിഭ്രമമാണ്. സാഹിത്യവും കലയും എത്രത്തോളം സൗദങ്ങളായ സത്യങ്ങളെ, മർമ്മപ്രധാനങ്ങളായ ജീവിത ദർശനങ്ങളെ, പുരാണങ്ങളുടെ മാഹാത്മ്യം അതാണ്. അതുണ്ടാകുന്ന അവസ്ഥകളും അതാണ്. ഉൾക്കൊള്ളുമ്പോൾ സംജ്ഞാവിഭ്രമം ഇല്ലാതാവും, മാനിയയും ഡിപ്രഷനും ഇല്ലാതാവും. വീണ്ടും ഇച്ഛാവിഭ്രമം. മീരയും ഒക്കെ ഭക്തിയുടെ അത്യുന്നത സോപാനത്തിലിരുന്നതാണ്. മധുസൂദന സരസ്വതിയുടെ അഭിപ്രായത്തിൽ ഭക്തി ഒരു രസമാണ്. ഭക്തിരസായനത്തിൽ അദ്ദേഹം പറയും, അദ്ദേഹം ചോദ്യമാണ് ഉന്നയിക്കുന്നത്. വാത്സല്യം, ക്രോധം, ബീഭത്സം, ഭയാനകം ഇവയൊക്കെ നിങ്ങൾക്ക് രസമാണ്. കരുണം, വാത്സല്യമല്ല സോറി, കരുണം, ബീഭത്സം, ഭയാനകം ഇവയൊക്കെ നിങ്ങൾക്ക് രസമാണ്. ഇവയൊന്നും സുഖം തരുന്നതല്ല. ഇവയൊക്കെ രസമായി പെടുത്തുമ്പോൾ നിർവേദമാകുന്ന ഭക്തി എന്തുകൊണ്ട് രസമല്ല? പണ്ഡിതവരേണ്യനായ സരസ്വതിജി തൻ്റെ പാണ്ഡിത്യ തലങ്ങളിൽ തന്നെ നിന്നുകൊണ്ട് ശക്തമായി ചോദിക്കുന്നതാണ്, വളരെ വിനയാന്വിതമായി. ഭക്തിരസായനം, ആ ഭക്തിയല്ല നാം ഇന്ന് കാണുന്നത്. ഒരു ഇച്ഛാഭംഗത്തിൽ നിന്ന് രൂപാന്തരപ്പെടുന്നു. മീരയുടെ ഭക്തി പോലല്ല. ഒരു പക്ഷേ മീരയുടെ ഭക്തിയേക്കാൾ തിരിച്ചുപോക്കില്ലാത്തതാണ് ചൈതന്യം. ആയിരം ആയിരം പണ്ഡിത വരേണ്യരെ തൻ്റെ ധിഷണ കൊണ്ട് തോൽപ്പിച്ച പണ്ഡിതാഗ്രേസരനായ ചൈതന്യൻ ഒരു തോർത്തു മാത്രം എടുത്ത് തമ്പുരുവുമേന്തി ഗാനമാലപിച്ച് കടന്നു പോകുമ്പോൾ അത് ചെറിയ കാര്യമല്ല, അത് അത്തരം ഭക്തിയല്ല നാം പലപ്പോഴും ഇപ്പോൾ കാണും. ഇച്ഛാഭംഗത്തിൽ നിന്നുണ്ടായത്, ഒന്ന് ഇച്ഛിച്ചത് ലഭിക്കാതിരിക്കുമ്പോൾ അതുവരെ ഇച്ഛിക്കാത്തതിലേക്കുള്ള പരിണാമം. ഇന്നലെ വരെ വിശ്വസിക്കാത്തതും ഇഷ്ടപ്പെടാത്തതും ഇന്ന് ഇഷ്ടമായി തീരുക. ഇഷ്ടമുള്ളത് ഇഷ്ടമല്ലതാണ്.
ഇത് ഇച്ഛാവിഭ്രമം. ശൗചം മുതലായ ക്രിയകൾ ഇഷ്ടമല്ലാതെ വരിക, ചേഷ്ട ആചാര വിഭ്രമം, ഇവയെല്ലാം ആധുനിക സമൂഹം ഇന്ന് പേറുകയാണ്. നിങ്ങളുടെ കൂട്ടായ്മയും നിങ്ങളുടെ ഒത്തൊരുമയും സമയം എനിക്ക് അനുവദിച്ചതിൽ കൂടുതലായിരുന്നു തോന്നുന്നു. മര്യാദയെ ഞാൻ ഉല്ലംഘിക്കുകയാണെന്ന് തോന്നുന്നു. സമയം എന്നോട് പറഞ്ഞില്ല, എങ്കിലും ഞാനറിയണമല്ലോ. അതുകൊണ്ട് നിങ്ങളോട് പറയട്ടെ, ഇതിനെയെല്ലാം അവലംബിച്ച് നിങ്ങൾ വിമർശിക്കുകയും ഉൾക്കൊള്ളാവുന്നത് നല്ലത്, നിങ്ങളോട് പറഞ്ഞതിൽ നല്ലതുണ്ട് എന്ന് നയിക്കുന്ന ആചാര്യന്മാരുമായി ആലോചിച്ച് ഉൾക്കൊള്ളാവുന്ന നല്ലത് ഉൾക്കൊള്ളുകയും ഞാൻ പറഞ്ഞതിൽ അബദ്ധങ്ങളുള്ളത് നിഷ്കരുണം തള്ളിക്കളയുകയും ചെയ്യണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ വരുവാൻ കാരണം സ്വാമിജിയെ എനിക്ക് വളരെ ബഹുമാനമാണ്, പ്രായം കൊണ്ട് തെല്ലു വാത്സല്യമാണ്, അറിവിൻ്റെ കാര്യം കൊണ്ടാണ് ഞാൻ ബഹുമാനമെന്ന പദം ഉപയോഗിച്ചത്. പ്രായം എനിക്കാണ് വളരെ കൂടുതൽ, വളരെ വളരെ കൂടുതൽ. അതുകൊണ്ട് അദ്ദേഹത്തോട് ഒരകൈതവമായ വാത്സല്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ വരാമെന്ന് ഞാൻ പറഞ്ഞു പോകും. അങ്ങനെ സമ്മതിച്ചതാണ്. മുമ്പൊരു തവണയും അങ്ങനെയാണ് കേട്ടോ, അല്ലാതെ കോഴിക്കോട് വരാറില്ല. ഇത് രണ്ടാമത്തെ പ്രാവശ്യം. അടുത്ത തവണ വിളിക്കുന്നു എങ്കിൽ പൊതുവേദിയിൽ വേണ്ടാന്ന് എനിക്കൊരു അഭിപ്രായം. ഏതെങ്കിലുമൊക്കെ വിഷയം പറഞ്ഞു മറ്റ് സഭകളിലാണെങ്കിൽ എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം ഒരു പൊതുസഭയോട് സംസാരിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് എന്നും എൻ്റെ സംശയമാണ്. ഒന്ന്, അവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന സംശയം. കാരണം ഞാനൊരു വല്ലാത്ത മൂരാച്ചിയാണ്. അതുകൊണ്ട് എനിക്ക് എന്നെക്കുറിച്ച് നന്നായി അറിയാം. ഞാൻ അത് പഠിക്കാനാണ് ഇഷ്ടപ്പെട്ടത്. ഒരു മൂരാച്ചി വന്ന് പറഞ്ഞു, നിങ്ങളുടെ ഉറക്കം കെടുത്തുക എന്നത് വേണ്ട എന്നുള്ളതുകൊണ്ട് ഒരു പൊതുവേദി ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനത് ഒഴിവാക്കുന്നയാളുമാണ്. എന്നെ നിങ്ങൾ പൊതുവേദികളിൽ എങ്ങും കണ്ടിട്ടുണ്ടാവാനിടയില്ല. വളരെ ചെറിയ തലങ്ങളിലൂടെയാണ്. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ്, അങ്ങനെയല്ലേ? വളരെ ചെറുതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സദസ്സിലൊക്കെ ആണെങ്കിൽ അത് കൂടുതൽ നല്ലതാണ്. എന്നിരുന്നാലും വന്നു നിങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചു. അതിലെ തെറ്റുകുറ്റങ്ങളെല്ലാം എൻ്റേതാണ്. വല്ലപ്പോഴും ഒരു ചീത്ത വിളിക്കണമെങ്കിലോ ഒന്ന് ശകാരിക്കണമെങ്കിലോ തല്ലണമെങ്കിലോ എന്നെ ആവാം. നല്ലത് വല്ലതും ഞാൻ പറഞ്ഞുവെങ്കിൽ എൻ്റെ അല്ല, എനിക്കതിന് ത്രാണിയില്ല എന്ന് എനിക്കറിയാം. എൻ്റെ അച്ഛനമ്മമാരും എൻ്റെ ആചാര്യവര്യന്മാരും കനിഞ്ഞനുഗ്രഹിച്ച തലങ്ങളിൽ എത്രത്തോളം അവരുടെ അനുഗ്രഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞതിലെ തെറ്റും ശരിയും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും. തെറ്റുകൾ കൂടിയാൽ അനുഗ്രഹം ഇനിയും ആയില്ല എന്ന് നിങ്ങൾ കുറച്ച് വിശ്വസിക്കാം. അവ നിങ്ങൾ അനുകരിക്കരുത്. ശരികളുണ്ടെങ്കിൽ അല്പസ്വല്പ അനുഗ്രഹമൊക്കെ ഉണ്ട്. അത് പാരമ്പര്യത്തിൻ്റെതാണ്, നല്ലതാണ് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം, സ്വീകരിക്കാം.